Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു 4 മണി പലഹാരം ആട്ടോ. കോഴിക്കാലാണ്. കോഴിക്കാൽ എന്ന് പറയുമ്പോൾ കോഴിയുടെ കാല് ഫ്രൈ ചെയ്തൊന്നുമല്ല. ഇത് കപ്പ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്നാക്ക് ഐറ്റം ആണ്. അതാട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് കഴിയുമ്പോൾ കോഴിയുടെ കാല് എണ്ണയിൽ പൊരിച്ച് വെച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ കപ്പ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞത്. അതിനുശേഷം ഇത് വെള്ളത്തിലിട്ട് വെക്കാം. കടലപ്പൊടി 1 കപ്പ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 പച്ചമുളക് ചതച്ചെടുത്തത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം, വെള്ളം, സൺഫ്ലവർ ഓയിൽ. ആദ്യം ഈ കപ്പയൊന്ന് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കപ്പയ്ക്കകത്ത് ഒരു കട്ടുണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് എന്തോ പറയണമെന്നറിയില്ല, ഞങ്ങളുടെ അവിടെയൊക്കെ പറയണത് അതിന് കട്ടെന്നാണ് പറയണത്. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കപ്പ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അരിഞ്ഞിട്ടും അതുപോലെ കപ്പ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. നന്നായിട്ട് കഴുകുകയും ചെയ്യണം, കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം. അതിന് ശേഷം നമ്മൾ ഈ തിളച്ചെടുക്കുന്ന വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കപ്പയുടെ കട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിന് ഞാനങ്ങനെ ഇട്ട് കൊടുക്കണേ അതിനകത്തേക്ക്. അപ്പോൾ ഇത് ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറേ സമയം ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അപ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് കോരിയെടുക്കാം. ഒരുപാട് നേരം കിടന്നു കഴിഞ്ഞാൽ കപ്പ അങ്ങോട്ട് വെന്ത് പോകും. ഇട്ടതിന് ശേഷം തീ കൂട്ടി തന്നെ വെക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഒരു അരിപ്പ പാത്രത്തിൽ കൂടെ കോരിയെടുക്കാം. ഇനി വെള്ളം നന്നായിട്ട് പോകണം. വന്നിട്ട് 1 മിനിറ്റ് ഒന്നും വെള്ളത്തിൽ ഇടണ്ട, ഇട്ട് അപ്പം തന്നെ ഇങ്ങ് എടുക്കാം. നമുക്ക് ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരിപ്പൊടി ചേർക്കാം. അപ്പോൾ അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് ഇതിനൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. പുട്ടിൻ്റെ ഇടിയപ്പത്തിൻ്റെ പൊടി ചേർത്ത് വെച്ചാൽ മതി കേട്ടോ, പച്ചപ്പൊടി ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കായം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ഒന്നിങ്ങനെ കുഞ്ഞിതായിട്ടൊന്ന് കീറിയിട്ടിടാം. ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഒരു തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം കേട്ടോ, ഒരുപാട് ലൂസാകാൻ പാടില്ല. കപ്പയുടെ പുറത്ത് അത് കോട്ട് ചെയ്തിരിക്കണം. ഇതിപ്പോൾ ഈ ബാറ്റർ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മുളക് പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ അകത്ത് 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിക്കോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ നമ്മൾ ആ വെള്ളത്തിലിട്ട് വാട്ടിയെടുത്തേക്കുന്ന കപ്പ ചേർക്കാം. കപ്പ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് പതുക്കെ ഇളക്കാൻ പാടുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ കപ്പ മുറിഞ്ഞു പോകും കേട്ടോ. നല്ല കനം കുറച്ചല്ലേ നമ്മൾ അരിഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ ഞാനിങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കപ്പയിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. എന്നിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഇത് എങ്ങനെയാണ് എണ്ണയിലേക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ 2-3 പീസ് ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം ഒരു വശത്ത് മാത്രം നമ്മൾ പിടിക്കുക, മറ്റേ സൈഡിൽ പിടിക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മളിങ്ങനെ പതുക്കെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ നമ്മൾ പിടിക്കാത്ത വശം ഇങ്ങനെ വിട്ട് വരും, നമ്മൾ പിടിച്ച വശം ഇങ്ങനെ കൂടിയിരിക്കും. അപ്പോൾ നമ്മൾ കോഴിയുടെ കാലിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ഇതിടാം. ഇനി ഇത് വറക്കാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രം വെക്കാം കേട്ടോ. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സൈഡ് മാത്രം കൂട്ടി പിടിച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിരിക്കണം. ചൂടായി കഴിഞ്ഞതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു കൂട്ടാം. ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്.
ഇതിൻ്റെ ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മറിച്ചിടണം കേട്ടോ. അപ്പം അങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് വേണം അത് മൂപ്പിച്ചെടുക്കാനായിട്ട്. സുന്ദരിയായിട്ടല്ലേ പോയെന്ന്. ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്തേക്കാം ഇങ്ങോട്ട് ഇതുപോലെ കേട്ടോ. അപ്പോൾ അതൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ കോഴിക്കാല് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കേട്ടോ, ഒരു നമ്മുടെ കോഴിയുടെ കാലൊക്കെ ഇങ്ങനെ നമ്മൾ വറുത്തെടുത്തേക്കണ പോലെ ഉണ്ടത് കണ്ടോ. ഈ ഷേപ്പ് കൊണ്ടാണ് ഇതിനെ കോഴിക്കാലെന്ന് പറയുന്നത് കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണിത്. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ ഒരു 4 മണി പലഹാരമായിട്ടും നമ്മൾ നോമ്പുതുറ പലഹാരമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്